താജാലുവ, ഇവിടെ ചൈനയുടെയും റഷ്യയുടെയും പ്രതികരണങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ രണ്ട് രാജ്യങ്ങൾ നടത്തിയിട്ടുള്ള ഈ പ്രതികരണങ്ങൾ അത് ഏതെങ്കിലും തരത്തിൽ ഈ സംഘർഷത്തെ ലഘൂകരിക്കാൻ കാരണമാകുമോ? ഇസ്രായേലിനെയും അതുപോലെ തന്നെ അമേരിക്കയും ഇപ്പോൾ നടത്തുന്ന ഈ നീക്കങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകാൻ ഇടയാകുമോ? അതായത് ഇതിനകത്ത് ഏറ്റവും പ്രധാനം നമ്മൾ നോക്കൂ, ഈ ഇത്തരം യുദ്ധങ്ങളിൽ എപ്പോഴും ഒരു മധ്യസ്ഥ ശ്രമം വിജയിക്കണമെങ്കിൽ ഇരുഭാഗത്തും അതിശക്തമായ സന്നാഹങ്ങളും അതുപോലെ തന്നെ തങ്ങൾക്ക് ഇരുവർക്കും നാശനഷ്ടങ്ങൾ വർദ്ധിക്കുമെന്ന ഒരു ചിന്ത രണ്ട് പാർട്ടികൾക്കും ഉണ്ടാകുമ്പോൾ മാത്രമാണ് സാധാരണഗതിയിൽ ഒരു നീതി എന്ന് തോന്നിക്കുന്ന അല്ലെങ്കിൽ ഒരു നീതിയുക്തമായ ഒരു മധ്യസ്ഥ ശ്രമമോ അല്ലെങ്കിൽ ഒരു വെടിനിർത്തലൊക്കെ ഉണ്ടാവുകയുള്ളൂ. അപ്പോ റഷ്യയുടെയും ചൈനയുടെയും ഇപ്പോഴത്തെ പ്രസ്താവനകളും അതുപോലെ തന്നെ ചൈന ഇറാന് ചില ആയുധങ്ങൾ രഹസ്യമായിട്ട് നൽകിയിട്ടുണ്ട്. റഷ്യ പറയുന്നുണ്ട് ഞങ്ങൾ പ്രത്യേകിച്ച് ഇപ്പോ ഒരു നേരത്തെ ഉള്ള സപ്ലൈക്ക് പുറമെ ഇപ്പൊ പുതിയതായിട്ടൊന്നും നൽകിയിട്ടില്ല. പക്ഷെ ഞങ്ങളുടെ ആയുധങ്ങൾ ഇറാന്റെ പക്കൽ നേരത്തെ തന്നെ ഉണ്ട്. അപ്പോ അത്തരത്തിലുള്ള ഒരു പിന്തുണ ചൈനയും റഷ്യയും ഇറാൻ ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നത് ഒരർത്ഥത്തിൽ അമേരിക്കക്കും ഇസ്രായേലിനും ഒരു ആശങ്ക ഉളവാക്കുന്ന ഒരു സംഗതിയാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ രാവിലത്തെ ആക്രമണം ആ അർത്ഥത്തിൽ വളരെ ശക്തമായ അങ്ങനത്തെ ഒരു പ്രതീതി ഇസ്രായേലിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. നോക്കൂ, ഇന്ന് ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രിയും അതുപോലെ തന്നെ ദേശീയ സുരക്ഷാ മന്ത്രിയും അവരുടെ പ്രസ്താവനകൾ വളരെ പരിഭ്രാന്തി ഉളവാക്കുന്നതും അസ്വസ്ഥതയുടെയും അങ്ങനത്തെ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് വന്നതാണ് എന്ന് കാണാൻ സാധിക്കും. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ദേശീയ സുരക്ഷാ മന്ത്രി ബെൻ ഗവീർ അദ്ദേഹം അൽ ജസീറക്ക് എതിരെ വരെ അൽ ജസീറക്ക് ആരെങ്കിലും വാർത്ത കൊടുക്കുന്നുണ്ടെങ്കിൽ അവരാരെങ്കിലും പിന്തുണക്കുന്നുണ്ടെങ്കിൽ അവരെ കുറിച്ചുള്ള വിവരം പോലീസിനെ അറിയിക്കണം എന്ന് വരെ പറയുന്നത് ഒരു ഫ്രാന്റിക് എഫേർട്ട് എന്ന് പറഞ്ഞാൽ അത്രത്തോളം പരിഭ്രാന്തമായിക്കൊണ്ടിരിക്കുന്നു അവരുടെ സ്ഥിതി. അതുപോലെ തന്നെ ദേശീയ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് അദ്ദേഹം പറഞ്ഞത് ശരിക്കും ആ ഒരു പേടിയിൽ നിന്നുള്ള അല്ലെങ്കിൽ എന്താണ് ഇനി അടുത്തതായിട്ട് ഇറാൻ ചെയ്യാൻ പോകുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു ആശങ്കയിൽ നിന്നുള്ള പ്രസ്താവനകളാണ് നമുക്ക് അതൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതാണ് ഈ ഒരു റഷ്യയുടെയും ചൈനയുടെയും ഇപ്പോഴത്തെ പിന്തുണയുടെ അല്ലെങ്കിൽ ഇറാനെ പിന്തുണച്ചിട്ടുള്ള പ്രസ്താവനകൾ ഒരർത്ഥത്തിൽ ഇതിന് സഹായകമാകും, ഒരു വെടിനിർത്തലിന് സഹായകമാകും എന്ന് കരുതുന്നവരുടെ നിരീക്ഷണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനം അതാണ്. ഇവിടെ ഇറാന്റെ ശക്തിയെക്കുറിച്ച് അല്ലെങ്കിൽ ബാലിസ്റ്റിക് മിസൈലുകൾ മാത്രമാണ് ഇറാൻ തൊടുത്തുവിടാൻ സാധ്യതയുള്ളത് എന്ന അടിസ്ഥാനത്തിൽ ആ ബാലിസ്റ്റിക് മിസൈലുകൾ കേന്ദ്രീകരിച്ചിരുന്ന സ്ഥലങ്ങളിലാണ് ഇസ്രായേൽ കാര്യമായ ആക്രമണം നടത്തിയത്. പക്ഷേ ഇപ്പോ കാണുന്നത് പലതരത്തിലുള്ള മിസൈലുകൾ നേരത്തെ പ്രതീക്ഷിക്കാത്തതും നേരത്തെ ഇറാന്റെ പക്കൽ ഉണ്ട് എന്ന് ഇസ്രായേൽ കരുതാത്തതുമായിട്ടുള്ള പല മിസൈലുകളും ഇപ്പോ ആക്രമണത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇറാൻ ആണവായുധം കൈവരിക്കാതിരിക്കാനുള്ള നീക്കങ്ങളാണല്ലോ ഇസ്രായേലും അമേരിക്കയും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ആക്രമണങ്ങൾ കൂടുതൽ ഒരു വാശിയിലേക്ക് പോകാനല്ലേ സാധ്യതയുള്ളത്? ഇറാൻ വളരെ വേഗത്തിൽ കഴിയാവുന്ന എല്ലാ നീക്കങ്ങളും നടത്തിക്കൊണ്ട് ആണവായുധം കൈവരിക്കുക എന്നതായിരിക്കില്ലേ ഇനി ഇപ്പോൾ അവരുടെ ലക്ഷ്യം? തീർച്ചയായിട്ടും. അതായത് ഇത്തരം സംഗതികൾ നമ്മൾ നോക്കൂ, ഇപ്പോ 2003 ഇറാഖ് അധിനിവേശത്തിൽ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ബുഷ് പറഞ്ഞത് ഇറാഖ് മാസ് വെപ്പൺസ് ഓഫ് ഡിസ്ട്രക്ഷൻ, കൂട്ട നശീകരണ ആയുധങ്ങൾ കൈവശം വെച്ചിരിക്കുന്നു, അത് എടുത്തു കളയാനാണ് ഞങ്ങൾ പോകുന്നത് എന്നാണ്. ശരിക്കും അതേപോലത്തെ ഒരു വ്യാജ പ്രസ്താവനയാണ് ഇപ്പോ ഈ നെതന്യാഹുവും അതുപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് മുഖേന ഇറാനെ തകർക്കാമെന്നോ ഇറാന്റെ ആണവ പദ്ധതിയെ നശിപ്പിക്കാമെന്നോ അവർ പ്രതീക്ഷിക്കുന്നില്ല. അതൊക്കെ ഒരു മറയാണ് വാസ്തവത്തിൽ. ഇസ്രായേലിന്റെ യുദ്ധക്കൊതിയുടെ ഒരു മറ മാത്രമാണത്. എന്ന് മാത്രമല്ല, ഇനിയിപ്പോ ഇറാനിൽ ഇവർ നടത്തുന്ന ആക്രമണങ്ങൾ എത്ര തുടർന്നാലും ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ രാജ്യമാണ്. അവർക്കൊരു നേരത്തെ വളരെ നീണ്ട യുദ്ധങ്ങൾ നടത്തി പരിചയമുള്ള രാജ്യമാണ്. ഇറാഖുമായിട്ട് 1980 മുതൽ 88 വരെ വളരെ നീണ്ട ഒരു യുദ്ധം നടത്തിയ രാജ്യമാണ്. അത് അമേരിക്ക പൂർണ്ണമായും സദ്ദാം ഹുസൈനെ പിന്തുണച്ചുകൊണ്ടാണ് അന്ന് യുദ്ധം നടത്തിയത്. അപ്പോ എന്നിട്ടൊന്നും ഇറാന്റെ ഇപ്പോ വളരെ ദീർഘകാലമായി ഉപരോധത്തിലാണ് ഇറാൻ. അപ്പോ ഈ ഇറാനെ ഇത്ര പെട്ടെന്ന് പോയിട്ട് കുറച്ച് ആക്രമണങ്ങൾ നടത്തി അവരെ നശിപ്പിച്ച് കളയാം, അവരുടെ ആണവ പദ്ധതിയൊക്കെ ഇല്ലാതാക്കി കളയാം എന്ന് ഇവരൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അന്ന് മാത്രമല്ല, യുദ്ധം അവസാനിക്കുന്നതോടുകൂടി ഒരു നീണ്ട ഒരു യുദ്ധത്തിലേക്ക് പോകാതെ തന്നെ ഇത് അവസാനിക്കുന്നതോടുകൂടി ഇറാൻ തീർച്ചയായിട്ടും തങ്ങളുടെ ആണവ പദ്ധതി പുനരുജ്ജീവിപ്പിക്കും.
യുറേനിയം സമ്പുഷ്ടീകരണം തുടരും. അത് ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്ന് മുന്നോട്ട് പോകും. കാരണം ഇതൊന്നും അങ്ങനെ പെട്ടെന്ന് നശിപ്പിക്കാൻ പറ്റിയ സംഗതിയല്ല. ഇതൊക്കെ നമ്മൾ കാണുന്നു, ഭൂഗർഭ അറയിൽ ഒരു നിലക്കും ഒരു തരത്തിലുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകൾക്ക് ഒന്നും നശിപ്പിക്കാൻ സാധിക്കാത്ത രൂപത്തിൽ അത്രയും അഗാധമായ ഭൂഗർഭ അറയിലാണ് ഇത്തരം സംവിധാനങ്ങളൊക്കെ നടക്കുന്നത്. ഇത് മാത്രമല്ല, ഇതിന്റെ ടെക്നോളജിയെ കുറിച്ചും നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു ടെക്നോളജി ഒരു സുപ്രഭാതത്തിൽ നശിപ്പിച്ച് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കി കളയാൻ പറ്റുന്ന ഒരു ടെക്നോളജിയല്ല. അത് മനുഷ്യ മനസ്സുകളിലും അതുപോലെ തന്നെ ഒരു സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് പല രൂപത്തിലാണ് അതിന്റെ പ്രവർത്തനം നടക്കുന്നത്. അപ്പോ ഭൗതികമായ സാഹചര്യങ്ങൾ നശിപ്പിച്ചാൽ പോലും ഇറാന്റെ ആണവ പദ്ധതിയെ, അവരുടെ യുറേനിയം സമ്പുഷ്ടീകരണത്തെ പൂർണ്ണമായും ഇല്ലാതാക്കാനോ അങ്ങനെ ഇറാനെ പഴയ ഒരു അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനോ ഒന്നും സാധിക്കില്ല. ഇത് വളരെ വ്യക്തമായി നെതന്യാഹുവിനും അറിയാം, അതുപോലെ തന്നെ ട്രംപിനും അറിയാം. പക്ഷെ എന്തുകൊണ്ട് പിന്നെ ഇതൊക്കെ പറയുന്നു ചോദിച്ചാൽ അതൊക്കെ ഒരു മറയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇറാഖിലെ കൂട്ടനശീകരണ ആയുധങ്ങളെ കുറിച്ചുള്ള വ്യാജ പ്രചരണങ്ങളെ പോലുള്ള ഒരു മറ മാത്രമാണ്. സംഗതി നെതന്യാഹുവിന് അധികാരത്തിൽ തുടരാൻ യുദ്ധം ആവശ്യമാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 7 ദശകങ്ങളായി യുദ്ധത്തിലും അതുപോലെ തന്നെ ജനങ്ങളെ, നിരായുധരായ മനുഷ്യരെ കൊന്നൊടുക്കുന്നതിലും സ്ത്രീകളെയും കുട്ടികളെയും കൊന്നൊടുക്കുന്നതിലും പേര് കേട്ട ജൂതരാഷ്ട്രം, ഒരു റോഗ് സ്റ്റേറ്റ് ആണ് അവർ. ഇപ്പൊ നോക്കൂ, ഒരു തരത്തിലുള്ള അന്താരാഷ്ട്ര മര്യാദകളും പാലിക്കാത്ത ഒരു രാജ്യം, അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് ഒരു വില കൽപ്പിക്കാത്ത ഒരു രാജ്യം, അങ്ങനത്തെ ഒരു രാജ്യത്തിന്റെ ആക്രമണത്തെ നമ്മൾ ഏതെങ്കിലും അർത്ഥത്തിൽ അവിടെ നിന്ന് അങ്ങനെ ഒരു മര്യാദ പ്രതീക്ഷിക്കുന്നതോ ഏതെങ്കിലും അർത്ഥത്തിൽ ഈ യുദ്ധം അങ്ങനെ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു മര്യാദയുടെ ബലത്തിലാണ് യുദ്ധം നടത്തുന്നത് എന്ന് പ്രതീക്ഷിക്കുന്നതാണ് വാസ്തവത്തിൽ വങ്കത്തരമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം എത്ര തന്നെ ഇസ്രായേൽ നടത്തിയാലും ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആണവ പദ്ധതിയെയോ അവരുടെ യുറേനിയം സമ്പുഷ്ടീകരണത്തെയോ ഒരു നിലക്കും പിന്നോട്ട് വലിക്കുക ഇത് മുഖേന സാധ്യമല്ല എന്ന് തന്നെ നമുക്ക് വിലയിരുത്താൻ സാധിക്കും. യെസ്, നന്ദി ശ്രീ താജ് ആലുവ അതിഥിയായി ചേർന്നതിന്.